വെൽക്കം ബാക്ക് ടു അവർ വീഡിയോസ്. സോ നമ്മൾ ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ബേസിക് ഡീറ്റെയിൽസാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു ഹൊമോജീനിയസ് ഇക്വേഷൻ ഉണ്ട്, റൈറ്റ് സൈഡ് ഈക്വൽ ടു, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനാണ് നമ്മൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുക. റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അതിന് മുന്നേ ഹോമോജീനിയസ് എങ്ങനെ സോൾവ് ചെയ്യണം നമ്മൾ അറിയണം. കാരണം നോൺ ഹോമോജീനിയസ് സോൾവ് ചെയ്യാൻ നമുക്ക് ഹോമോജീനിയസിൻ്റെയും കൂടെ അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കൂടെ അറിയണം. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് നമ്മൾ ഹോമോജീനിയസ് സൊല്യൂഷൻ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക. സോ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ചും കൂടെ ടേംസ് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം, ജനറൽ സൊല്യൂഷൻ എന്താണ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. സോ അതിന് മുന്നേ കുറച്ചും കൂടെ ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ സൊല്യൂഷൻ്റെ ജനറൽ സൊല്യൂഷനിൽ, ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് നമ്മൾ അറിയണം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ മുന്നേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് എന്നുള്ളത്. സോ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു പ്രിൻസിപ്പിൾ, തിയറം എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി. നമുക്കതിൻ്റെ പ്രൂഫിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു കൺസെപ്റ്റ് ഞങ്ങൾക്ക് ക്ലിയർ ആയിരിക്കുക എന്നുള്ളതാണ്. പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് സൊല്യൂഷൻ എഴുതേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ലെറ്റ് y1, y2, etc. yk be solutions of the nth order homogeneous linear differential equation anx yn minus 1 plus an minus 1 x yn minus 1 etc. plus 0x into y equal to 0 on an interval I. Then the linear combination c1 y1x plus c2 y2x etc. plus ck ykx where c1 c2 etc. ck are arbitrary constants is also a solution on the interval I. വലിയ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷേ സിമ്പിളായിട്ട് എന്താണ് പറഞ്ഞത്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഇക്വേഷൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ. അത് ആദ്യം നിങ്ങൾ അറിയണം. നോൺ ഹോമോജീനിയസ് ഇക്വേഷന് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞത് ഇത്രയാണ്. നമുക്കൊരു ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു y ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു y ഈക്വൽ ടു 0 എന്നുള്ളൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മളതിങ്ങനെ സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് y1x എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടി. ഏതോ ഒരു സൊല്യൂഷൻ y1x കിട്ടി. പിന്നെ നമുക്ക് y2x എന്ന് പറഞ്ഞിട്ടൊരു സൊല്യൂഷനും കിട്ടി. ഓക്കെ, ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, അതുകൊണ്ട് തന്നെ രണ്ട് സൊല്യൂഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. നമുക്ക് y1x ഒരു സൊല്യൂഷനാണ്, y2x ഒരു സൊല്യൂഷനാണെന്ന് കിട്ടിയെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ്റെയും ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുന്നേ സെമസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട് ലീനിയർ കോമ്പിനേഷൻ എന്താണെന്ന്. അതായത് രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് കോൺസ്റ്റൻറ്റും കൂടെ എടുത്തിട്ട് അതിനെ സമാക്കിയിട്ട് എഴുതുക, അതിനെയാണ് ലീനിയർ കോമ്പിനേഷൻ എഴുതുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ c1 ആൻഡ് c2 ആർ 2 കോൺസ്റ്റൻസ് ആണെങ്കിൽ ഇതിൻ്റെ y1xൻ്റെയും y2xൻ്റെയും ലീനിയർ കോമ്പിനേഷൻ എഴുതുക. എങ്ങനെയാണ് എഴുതുക? c1 y1x പ്ലസ് c2 y2 ഓഫ് എക്സ്. ഓക്കെ, y1xും y2xും രണ്ട് സൊല്യൂഷൻസ് ആണ്. c1 c2 ആർ 2 കോൺസ്റ്റൻസും ആണെങ്കിൽ ഇതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് y1x ആൻഡ് y2x എന്ന് പറയുന്നത് c1 y1x പ്ലസ് c2 y2x എന്ന് പറയുന്നത്. അതെന്താണെന്നാണ് പറഞ്ഞത്? ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എഗെയിൻ എ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ വേർഷനാണ്. ഒരു ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ കെ സൊല്യൂഷൻസാണ് തന്നിട്ടുള്ളത്. y1 y2 എക്സെട്ര yk എന്ന് പറയുന്ന കെ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത്ര തന്നെ കോൺസ്റ്റൻസ് c1 c2 എക്സെട്ര ck ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എഴുതുകയാണ്. c1 y1 പ്ലസ് c2 y2 എക്സെട്ര ck yk എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ലീനിയർ കോമ്പിനേഷനും
ഈ ഒരു ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ പറയുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ട ഒരു കൺസെപ്റ്റാണ് ലീനിയർ ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് സൊല്യൂഷൻസ്. അപ്പം ലീനിയർ കോമ്പിനേഷനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ലീനിയർ ഇൻഡിപെൻഡൻസ് സെറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ മുന്നിലുള്ള സെമിസ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. ഇവിടെ നമുക്ക് സൊല്യൂഷൻ പറയുമ്പോൾ നമുക്ക് ആ ലീനിയർ ഇൻഡിപെൻഡൻസ് എന്നുള്ള കൺസെപ്റ്റ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്നും കൂടെ ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. എ സെറ്റ് ഓഫ് ഫങ്ഷൻസ് f1x, f2x, etc. fnx is said to be linearly independent if there exists c1, c2, etc. cn such that c1 fnx plus c2 ftx etc. cn fnx equal to 0 implies that c1 equal to c2 equal to cn equal to 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു സെറ്റിനെയാണ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ y1 y2 തന്നെ എടുക്കുകയാണെങ്കിൽ f1 എടുക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ y1 y2 എക്സെട്രാ y എന്ന് പറഞ്ഞിട്ട് n ഫങ്ഷൻസ് ഉള്ളൊരു സെറ്റ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഈ ഒരു ഗിവൺ സെറ്റാണ് നമ്മൾ ലീനിയർലി സെറ്റ് അല്ലെങ്കിൽ ഫങ്ഷൻ സെറ്റ് ഓഫ് ഫങ്ഷൻസ് അല്ലെങ്കിൽ സെറ്റാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. എത്ര ഫങ്ഷൻസ് ഉണ്ടോ അത്രയും കോൺസ്റ്റൻസ് c1 c2 എക്സെട്രാ cn എടുക്കാം. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ നമ്മൾ എഴുതാം. c1 y1 പ്ലസ് c2 y2 എക്സെട്രാ പ്ലസ് cn y എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ചെയ്താൽ ആ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 കൊടുക്കുക. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ഓൾ ci ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇങ്ങനൊരു എക്സ്പ്രഷൻ ഈക്വൽ ടു 0 മീൻസ് എവറി ci ഈക്വൽ ടു 0 ആണ്. ഒരു c1 പോലും ഒരു ci പോലും അവിടെ നോൺ 0 എന്ന് വരാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ci അവിടെ നോൺ 0 വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്ന് പറയും. എന്താണ്? ഏതെങ്കിലും ഒരു c1 y1 പ്ലസ് c2 y2 എക്സെട്രാ പ്ലസ് c1 yn ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ci എങ്കിലും എനി ci ഏതെങ്കിലും ഒരു ci അവിടെ നോൺ 0 വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതായത് c1 y1 പ്ലസ് c2 y2 എക്സെട്രാ പ്ലസ് cn yn ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദാറ്റ് ഓൾ ci ഈക്വൽ ടു 0 ആണെങ്കിൽ ദിസ് സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയും നമ്മൾ. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവിടുത്തെ എല്ലാ സ്കേലാർസും ഈക്വൽ ടു 0 ആയിരിക്കും. അത്ര മനസ്സിലാക്കി വയ്ക്കുക. ഒരു സ്കേലാരെങ്കിലും അവിടെ നമുക്ക് നോൺ 0 കിട്ടിക്കഴിഞ്ഞാൽ ആ സെറ്റ് എന്താവില്ല? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല. ആ സെറ്റിനെ നമ്മൾ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ മുന്നിലുള്ള സെമിസ്റ്ററിൽ നമ്മൾ ഒരുപാട് സെറ്റ് ഓഫ് ഫങ്ഷൻസ് തന്നിട്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഒക്കെ ചെക്ക് ചെയ്യാൻ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. വേണമെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആണ് കേട്ടോ തന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് എഴുതുന്നേ ഉള്ളൂ. 1 പ്ലസ് എക്സ് ആൻഡ് എക്സ് സ്ക്വയർ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് 3 ഫങ്ഷൻസ് ആണ് അതിലുള്ളത്. ഈ ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. 1 പ്ലസ് എക്സ് എക്സ് സ്ക്വയർ. അപ്പോൾ ബൈ ഡെഫിനിഷൻ നമ്മൾ എന്ത് ചെയ്താൽ c1 c2 c3 ബി 3 സ്കേലാർസ് നമ്മൾ ചൂസ് ചെയ്തു. ദെൻ നമ്മൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതുകയാണ്. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ എഴുതാന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? c1 1 പ്ലസ് എക്സ് പ്ലസ് c2 എക്സ് പ്ലസ് c3 എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്ത് വന്നിട്ട് c1 c2 c3 0 കൊടുക്കും. 3 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണെന്ന് പറയാം. അതല്ല ഏതെങ്കിലും ഒരു സ്കേലാർ നോൺ 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ സെറ്റിനെ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്നും പറയാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ ഒരു പോളിനോമിയൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതിനൊരു ഓർഡറിൽ എഴുതാം. എക്സ് സ്ക്വയറിൻ്റെ ടേംസ് പ്ലസ് എക്സിൻ്റെ ടേംസ് പ്ലസ് കോൺസ്റ്റൻറ്റ് ടേംസ് എന്നുള്ളൊരു ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമ്മളൊരു പോളിനോമിയലിൽ എങ്ങനെയാണ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക? ഓരോ കോഎഫിഷ്യൻ്റായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. എക്സ് സ്ക്വയറിൻ്റെ ടേംസിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, എക്സിൻ്റെ ടേംസിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ആദ്യം അതിനൊരു ഓർഡറിൽ എഴുതാണ്. എക്സ് സ്ക്വയറിൻ്റെ ടേംസ് ഇവിടെ ഒന്നിച്ച് ചെയ്ത് എക്സ് സ്ക്വയറിൻ്റെ ടേം എന്ന് പറയുമ്പോൾ ഇവിടെ c3 മാത്രമേ ഉള്ളൂ. സോ c3 എക്സ് സ്ക്വയർ പ്ലസ് ഇനി എക്സിൻ്റെ ടേംസ് ഏതൊക്കെയുണ്ട്? ഇവിടെ c1 പ്ലസ് c1 എക്സ് എന്നുണ്ടല്ലോ. ഇവിടെ c1 എക്സ് ഉണ്ട്, ഇവിടെ c2 എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് c1 പ്ലസ് c2 എക്സ് എന്ന് എഴുതാൻ പറ്റും.
ദെൻ ഇവിടെ കോൺസ്റ്റൻറ്റ് ടൈം ഏത് മാത്രമേ വരുന്നുള്ളൂ, ഇവിടെ ഒരു C1 എന്ന് മാത്രമേ വരുന്നുള്ളൂ. C1 = 0. അപ്പോൾ ഇതൊരു പോളിനോമിയലായി CX² + C1 + C2x + C1 = 0. ഇത് ശരിക്കും എന്താണെന്ന് കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം കേട്ടോ. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. 0x² + 0x + 0 അങ്ങനെയാണല്ലോ. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഒരു 0 ഒരു പോളിനോമിയലായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇതിനെ എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുക, ഓരോ x² കോഎഫിഷ്യൻസുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, എക്സിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, ആൻഡ് 0 കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അല്ലേ, ഇവിടെ എന്താണ് x² ടൈംസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോഎഫിഷ്യൻസ് മാത്രം ഇക്വേറ്റ് ചെയ്താൽ മതി. x² കോഎഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ C3 ആണ്, ഇവിടെ 0 ആണ്. സോ C3 = 0 എന്ന് കിട്ടും. പിന്നെ ഇവിടെ എക്സിൻ്റെ ടൈംസ് ഇക്വേറ്റ് ചെയ്താൽ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ C1 + C2 = 0 എന്ന് കിട്ടും. അത് കോൺസ്റ്റൻറ്റ് ടേംസ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ C1 = 0 എന്ന് കിട്ടും. ഇവിടെ C1 = 0 എന്നുള്ള ഇതിൽ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും, C2 = 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ =0 കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, C1 = C2 = C3 = 0 എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് വി ക്യാൻ സേ ദാറ്റ് the set 1 + x and x² is linearly independent എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കുറേ ചെയ്യാനില്ല നമുക്ക്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അതിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസ് നമുക്ക് പറയാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ ഈ ലീനിയർ ഇൻഡിപെൻഡൻറ്റിൻ്റെ ഈ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാറ്. ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്ന ഈ നോർമൽ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അതായത് 3 സ്കാലാർ ചൂസ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ചെയ്യും, അതിന് =0 കൊടുക്കും, എന്നിട്ട് ആ കോൺസ്റ്റൻസിന് =0 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ആ ഒരു നോർമൽ വേ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതിനെ തന്നെ ഒരു സെറ്റ് എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ ചെക്ക് ചെയ്യാൻ വേറൊരു മെത്തേഡ് നമ്മൾ പറയുന്നുണ്ട്, കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി സിമ്പിൾ മെത്തേഡ്. ഈ മെത്തേഡാണ് നമ്മൾ അധികം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യാറ്. ആ മെത്തേഡാണ് റോൺസ്കിയൻ മെത്തേഡ് എന്ന് പറയും. How we define a Wronskian? Suppose each of the functions f1x, f2x, etc. fnx possess at least n-1 derivatives. Then the determinant ഇങ്ങനെ എഴുതുന്നുണ്ട്, Wronskian of f1, f1, f2, etc. fn equal to determinant of f1, f2, etc. fn, fn dash, f2 dash, etc. fn dash, etc. f1 n-1, f2 of n-1, etc. fn of n-1 is called the Wronskian of the functions. സോ അതൊരു n ഫങ്ഷൻസിൻ്റെ റോൺസ്കിയൻ എഴുതിയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ഞാൻ സിമ്പിളായിട്ട് രണ്ട് ഫംഗ്ഷൻ, നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഒരു സെറ്റ് എന്ന് പറയുന്നത് y1x y2x എന്നുള്ള രണ്ട് ഫംഗ്ഷനാണ് ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ കേസിൽ എഴുതുകയാണെങ്കിൽ നോട്ടായിട്ട് നിങ്ങൾക്ക് എഴുതാം. രണ്ട് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ റോൺസ്കിയൻ ഓഫ് y1 y2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ നോക്ക് ഒരു ഡിറ്റർമിനൻ്റ് ആണ്. ജസ്റ്റ് റോൺസ്കിയൻ എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് ഇവിടെ ഫസ്റ്റ് നോക്ക്, ഫസ്റ്റ് ലൈൻ റോ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ, ആ ഗിവൺ ഫങ്ഷൻസ് ഏതാണോ ആ ഫംഗ്ഷനാണ് എഴുതുന്നത്. സോ ഇവിടെ y1 y2 ആയതുകൊണ്ട് തന്നെ y1 y2 എഴുതി. ഓക്കെ, സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് y1 ഡാഷ് y2 ഡാഷ്. ഓക്കെ, അപ്പോൾ എത്ര ഫങ്ഷൻസ് ഉണ്ടോ എത്രയാണോ അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഡെറിവേറ്റീവ് വരെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ രണ്ട് ഫംഗ്ഷനാണ്, സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് വരെ ചെയ്യുക. ഇവിടെ n ഫങ്ഷൻസ് ഉണ്ട് നമുക്ക്, അപ്പോൾ നമ്മൾ n-1 ഡെറിവേറ്റീവ് വരെ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം ഒരു രണ്ട് ഫംഗ്ഷൻ ഉള്ളത്, അതേപോലെ തന്നെ മൂന്ന് ഫംഗ്ഷൻ y1x y2x ആൻഡ് y3x ഉണ്ടെങ്കിൽ എന്തായിരിക്കും റോൺസ്കിയൻ ഓഫ് y1 y2 y3 എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഡിറ്റർമിനൻ്റ് ഓഫ് ഫസ്റ്റ് റോയിൽ ഫങ്ഷൻസ് ചെയ്ത y1 y2 y3. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് y1 ഡാഷ് y2 ഡാഷ് ആൻഡ് y3 ഡാഷ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൂന്ന് ഫങ്ഷൻസ് ആണ്, സോ 3 - 1 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ എഴുതുക. അപ്പോൾ എന്താ വരിക y1 ഡബിൾ ഡാഷ് y2 ഡബിൾ ഡാഷ് ആൻഡ് y3 ഡബിൾ ഡാഷ്. സോ ഇത് രണ്ടും എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, എന്താണ് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. റോൺസ്കിയൻ ഓഫ് n ഫങ്ഷൻസ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് എ
എൻ ബൈ എൻ മെട്രിക്സ്, ഒരു എൻ ബൈ എൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് റോൺസ്കി എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ആ ഗിവൺ ഫംഗ്ഷൻസ്, n ഫംഗ്ഷൻസ് ചെയ്ത. സെക്കൻഡ് റോ എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ആ ഫംഗ്ഷൻസിൻ്റെയൊക്കെ ഫസ്റ്റ് ഡെറിവേറ്റീവ്. തേർഡ് റോ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻസിൻ്റെയൊക്കെ സെക്കൻഡ് ഡെറിവേറ്റീവ്. അങ്ങനെ വന്നിട്ട് nth റോ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻസിൻ്റെയൊക്കെ n-1th ഡെറിവേറ്റീവാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വെറും 2 ഫംഗ്ഷൻസ് മാത്രമുള്ള കേസിലാണെങ്കിൽ ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ ആ 2 ഫംഗ്ഷൻസ് എഴുതുന്നു. സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ അതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ്. എത്ര ഫംഗ്ഷൻസ് ഉണ്ട്, n ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ n-1 വരെയുള്ള ഡെറിവേറ്റീവാണ് നമ്മൾ എഴുതുക. കാരണം ഇത് ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്വയർ മെട്രിക്സിൻ്റെ അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് നമ്മൾ ആ ഗിവൺ ഫംഗ്ഷൻസ് എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ n-1th ഡെറിവേറ്റീവ് വരെ ഉള്ളൂ നമുക്ക് എഴുതാൻ പറ്റുക. അപ്പോൾ 3 ഫംഗ്ഷൻസ് ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ എഴുതുക. ഇതിനെയാണ് നമ്മൾ റോൺസ്കിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഈ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് റോൺസ്കിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Find the Wronskian of f1 x equal to 0, f2 of x equal to x and f3 of x equal to e raised to x. ഓക്കെ, കുറേ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് ചെയ്യാതെ നമുക്കിവിടെ എന്തുണ്ട് 3 ഫംഗ്ഷനാണ്. നമ്മൾ റോൺസ്കിയൻ എഴുതുമ്പോൾ അതിന് ഇതാ ഫംഗ്ഷൻസ് ഇവിടെ ഇതാ. റോൺസ്കിയൻ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ 0 ആണ്, എക്സ് ആൻഡ് ഇ റേസ് ടു എക്സ്, അല്ലെങ്കിൽ f3 എഴുതിയാലും മതി കേട്ടോ. ഇനി എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. എന്നൊക്കെയാണ് ഡിറ്റർമിനൻ്റ് ഓഫ് അല്ലേ. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 3 ഫംഗ്ഷൻസ് 0, എക്സ്, ഇ റേസ് ടു എക്സ് ഒക്കെയാണല്ലോ. സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ ഇവിടെ 3 ഫംഗ്ഷൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ n എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾ ഏതുവരെ ചെയ്യണം, അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ ചെയ്യണം. n=3 ആകുമ്പോൾ n-1 എന്ന് പറയുമ്പോൾ 2, സോ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ ചെയ്യുക ഈ ഫംഗ്ഷൻസിനൊക്കെ കേട്ടോ. അപ്പോൾ 0ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം 0. ഓക്കെ, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം 1. വലിയ ഫംഗ്ഷൻസൊക്കെ ആണെങ്കിൽ ആദ്യം ഡെറിവേറ്റീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. സിമ്പിൾ ആയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് എഴുതുന്നത്. സോ സെക്കൻഡ് ഇ റേസ് ടു എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സിന് വരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജിൽ എന്താണ് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ്. സോ f1 എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 0 ആണ്. 1ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 0, ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സിന് വരും. ഓക്കെ, അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ഇതിൻ്റെ ആൻസർ 0 ആയിരിക്കും കേട്ടോ. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റോൺസ്കിയൻ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ 0. സോ റോൺസ്കിയൻ ഓഫ് 0x ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് റോൺസ്കിയൻ ചെയ്യാം. ചെറിയ മാർക്കിനൊക്കെ റോൺസ്കിയൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ കാണാറുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു അഗൈൻ ഒന്നും കൂടെ പറയുകയാണ്. റോൺസ്കിയൻ ഓഫ് ദ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റർമിനൻ്റ് ഓഫ് ഫസ്റ്റ് റോ ഗിവൺ ഫംഗ്ഷൻസ്, പിന്നെ n എത്രയാണോ ആ n-1 വരെ ഉള്ളതിൻ്റെ ഡെറിവേറ്റീവ് ഓരോ റോയിൽ ഇങ്ങനെ എഴുതാം. എന്നിട്ട് ആ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് ആ ഫംഗ്ഷൻസിൻ്റെ റോൺസ്കിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു തിയറമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ എന്തിനാണ് റോൺസ്കിയൻ പറഞ്ഞത്, റോൺസ്കിയൻ്റെ ആവശ്യം എന്താണ് എന്നാണ് ഈ തിയറത്തിൽ നമ്മൾ പറയുന്നത്. ക്രൈറ്റീരിയൻ ഫോർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ്. Let y1, y2, etc. yn be n solutions of a homogeneous nth order linear differential equation on an interval I. Then the set of solutions is linearly independent if and only if Wronskian of y1, y2, etc. yn not equal to 0 in the interval. സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് y1, y2, etc. yn എന്നുള്ളത് n സൊല്യൂഷൻസ് ആണ്. നമുക്ക് തന്നിട്ടുള്ള ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ n സൊല്യൂഷനാണ് y1, y2, etc. yn എങ്കിൽ ആ n സൊല്യൂഷൻ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്കറിയണം. ഓക്കെ, ഇപ്പോൾ ഈ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയുന്നത്, നമ്മൾ ആ വേർഡ് മീനിങ് തന്നെയാണ്. ഒരു സൊല്യൂഷൻ ഒന്നിനെ ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്നുണ്ടോ അല്ലേ എന്നുള്ളത് അറിയണം നമുക്ക്. അതായത് നമ്മുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സൊല്യൂഷൻസ് പോസിബിൾ ആണ് എന്ന് നമുക്കറിയണം. ഓക്കെ, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എത്ര സൊല്യൂഷൻസ് അതിന് പോസിബിൾ ആണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ 4 സൊല്യൂഷൻസ് കിട്ടി നമുക്ക്. ഓക്കെ, അപ്പോൾ അത് ഈ 4 സൊല്യൂഷൻസും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്നുള്ളതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിളായിട്ട് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് e raised to 2x ആണ് എന്ന് കിട്ടി. ഓക്കെ,
ദെൻ 2 ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്നുള്ളതും വേറൊരു സൊല്യൂഷനായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. നമുക്ക് സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇ റൈസ് ടു 2x ഒന്ന് 2 ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഒന്നും കിട്ടുന്ന വിചാരിക്കും. ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അതായത് ജസ്റ്റ് ഇതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ മാത്രമാണ്. വേറെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേറെ സൊല്യൂഷനാണോ? അല്ല. അതാണ് ഈ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒന്നിനെ ഡിപ്പെൻഡൻറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സൊല്യൂഷൻസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോൾ കുറേ സൊല്യൂഷൻസ് കിട്ടിയിട്ട് നമ്മളതിനെ സോർട്ട് ചെയ്യാണ്, ഒരു ഷോർട്ട് ലിസ്റ്റ് ആക്കുന്ന പോലെ. നമുക്ക് എന്ത് മതി? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് മാത്രം മതി. ഒന്നിനെ ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്ന സൊല്യൂഷൻസൊക്കെ നമുക്കത് ഒഴിവാക്കണം. നമുക്ക് ആ ഒരു സെറ്റിനെ മിനിമൈസ് ചെയ്യണം. എങ്ങനെ? ഒരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് മാത്രം മതി നമുക്ക്. ഓക്കെ, കാരണം ഇപ്പം നമുക്കിവിടെ ഈ 2 ഇൻറ്റു ഇ റൈസ് ടു 2x എന്നുള്ള ഈ ഒരു സൊല്യൂഷൻ നമ്മൾ മിനിമം സെറ്റ് എഴുതി എന്ന് വിചാരിക്കും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റ് മാത്രം എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ആ സെറ്റിൽ എന്തുണ്ടാവും? ഈ റൈസ് ടു 2x ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനൊരു ജസ്റ്റ് 2 എന്നുള്ള കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? ഈ ഒരു സൊല്യൂഷൻ കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് മാത്രം എഴുതും. അതിൽ നിന്ന് ഏതൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതിൻ്റെ ഏതൊരു ലീനിയർ കോമ്പിനേഷനും ഒക്കെ എഗെയിൻ എന്ത് തന്നെയാണ്? അതിൻ്റെ ഒരു സൊല്യൂഷനാണ് എന്ന് നമ്മളോട് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഏത് ലീനിയർ കോമ്പിനേഷനും അതിൻ്റെ ഏത് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിളും ഒക്കെ നമുക്ക് സൊല്യൂഷനാണ് എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ലീനിയർലി ഇൻഡിപെൻഡൻസിൻ്റെ ഒരു ആവശ്യം അതുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ ആദ്യം y1x അത് പറഞ്ഞല്ലോ, സൊല്യൂഷനാണെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ വീണ്ടും പറയണത് എന്താണ്? അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത സൊല്യൂഷൻസ് വേണം സെറ്റിൽ. അപ്പോൾ അപ്പം നമുക്ക് കുറേ സൊല്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് ലീനിയർ ഇൻഡിപെൻഡൻറ്റ് ഇപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതിനാണ് ഇപ്പം നമ്മൾ റോൺസ്കിയൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുക നോർമൽ ആ ഡെഫിനിഷനാണ് യൂസ് ചെയ്യുക. അത് ചില കേസിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതിനേക്കാൾ ഒന്നും കൂടെ സിമ്പിൾ മെത്തേഡാണ് ഈ റോൺസ്കിയൻ എന്നുള്ള മെത്തേഡ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ തിയറം പറയുന്നത് എന്താണ്? നമ്മൾ റോൺസ്കിയൻ ആ സെറ്റിൻ്റെ റോൺസ്കിയൻ കണ്ടു കഴിഞ്ഞാൽ റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് ദ ഗിവൺ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ റോൺസ്കിയൻ ഓഫ് ദാറ്റ് സെറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടാകും. ആ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. സൊല്യൂഷൻ്റെ ഒരു ജനറൽ ഫോമിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. എന്നിട്ടാണ് നമ്മൾ ഇനി സോൾവ് ചെയ്യാനുള്ള മെത്തേഡൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് n സൊല്യൂഷൻസ് കിട്ടിയെന്ന് വിചാരിക്കും. ആ n സൊല്യൂഷൻസ് ഉള്ള ആ സെറ്റ് എന്ന് പറയുന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണോ അതല്ലെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റാണോ എന്ന് നമുക്കറിയണം. അത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ റോൺസ്കിയൻ കാണാം. റോൺസ്കിയൻ കണ്ടിട്ട് ആ റോൺസ്കിയൻ ഡിറ്റർമിനൻറ്റിൻ്റെ ആൻസർ നമുക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ സെറ്റ് എന്താണ്? ഒരു ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റാണ് എന്ന് പറയാൻ പറ്റും നമുക്ക്. അതായത് അതിൽ ഏതൊക്കെയോ സെറ്റ് ഫങ്ഷൻസ് ഉണ്ട്, ഒന്നിനെ ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതല്ല റോൺസ്കിയൻ്റെ ആൻസർ നമുക്ക് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഇങ്ങനെ റോൺസ്കിയൻ നമ്മൾ കണ്ടു. എന്നിട്ടത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്നാണ് പറയുന്നത്? ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ്. അപ്പോൾ നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന കാര്യം തന്നെയാണ് ഈ ഒരു തിയറത്തിൽ ഡെഫിനിഷനിൽ പറയുന്നത്. എനി സെറ്റ് y1 y2 എക്സെട്ര yn ഓഫ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഓഫ് ദി ഹോമോജീനിയസ് nth ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ on an interval I is said to be a fundamental set of solutions on the interval I എന്നാണ്. ഇപ്പോൾ റോൺസ്കിയൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. റോൺസ്കിയൻ കണ്ടിട്ട് നമുക്ക് നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഒരു സെറ്റിനെയാണ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്? ആ ഒരു സെറ്റിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ ഒന്നൊന്നേ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷൻസ് ഇല്ല, മിനിമം സെറ്റാണത്. അപ്പോൾ ആ ഒരു സെറ്റിനെയാണ് ആ ഒരു ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്.
അതായത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു അത് അതിൽ ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മിനിമം സെറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിനൊരു ഫണ്ടമെൻ്റൽ സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് n സൊല്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ റോൺസ്കിയൻ കാണാം. കാണിയിട്ട് റോൺസ്കിയൻ്റെ ആൻസർ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്താണ്? അതൊരു ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷനാണ്. റോൺസ്കിയൻ ആൻസർ 0 നോട്ട് ഈക്വൽ 0 ആകുമ്പോൾ അത് ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. സോ ആ സെറ്റ് നമ്മളൊരു ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയും. ഓക്കെ, നമുക്കിപ്പോൾ n സൊല്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു n എലമെൻറ്റ്സ് ഉള്ളൊരു ഫണ്ടമെൻ്റൽ സെറ്റ് അവിടെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് ലീനിയർ ഡിപ്പെൻഡൻസ് എന്താണെന്ന് പറഞ്ഞു. ദെൻ റോൺസ്കിയൻ പറഞ്ഞു. റോൺസ്കിയൻ ക്രൈറ്റീരിയൻ ഫോർ സൊല്യൂഷൻസ് പറഞ്ഞു. അതും കഴിഞ്ഞ് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് പറഞ്ഞു. ഏറ്റവും ലാസ്റ്റായിട്ടാണ് നമ്മൾ പറയുന്നത് ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഹോമോജീനിയസ് ഇക്വേഷൻ. ഇതാണ് ഏറ്റവും ലാസ്റ്റ് ഈ ഭാഗത്ത് വരുന്ന തിയറം എന്ന് പറയുന്നത്. ഹോമോജീനിയസ് ഇക്വേഷൻ്റെ കേസിൽ വരുന്ന നോൺ ഹോമോജീനിയസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആദ്യം മനസ്സിലാക്കണം ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ ഒരു ജനറൽ ഫോം എന്താണെന്നാണ് ഈ ഒരു തിയറം പറയുന്നത്. y1 y2 എക്സെട്ര yn be a fundamental set of solutions of the homogeneous linear nth order differential equation with continuous coefficient on an interval I. Then the general solution of the equation on the interval I is y equal to c1 y1x plus c2 y2x plus etc plus cn ynx, where c1 c2 etc cn are arbitrary constants. നിങ്ങൾ സിമ്പിളായിട്ട് നോക്കുമ്പോൾ ഇതന്നെയല്ലേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പൾ പറഞ്ഞത് നിങ്ങൾക്ക് തോന്നും. പക്ഷേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പളിൽ നേരത്തെ പറഞ്ഞു ലീനിയർ ഇൻഡിപെൻഡൻസ് എന്നുള്ള കൺസെപ്റ്റ് വന്നിട്ടില്ല. y1 y2 എക്സെട്ര yn എന്നുള്ളത് n സൊല്യൂഷൻസ് ആണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷന് ഒരു എന്താണ് സൊല്യൂഷൻ ആവുമെന്ന് മാത്രമേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പളിൽ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്താണ് പറഞ്ഞത്? ഇവിടെ എന്ന് പറഞ്ഞാൽ y1 y2 എക്സെട്ര yn ആർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് നമ്മുടെ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ്? if y1 y2 etc yn are a fundamental set of solutions of the given homogeneous linear differential equation, then the linear combination c1 y1x plus c2 y2x etc plus cn ynx is called a general solution for that differential equation. Okay, അപ്പോൾ സിമ്പിളായിട്ട് ഒന്നും കൂടെ പറയുക ചെയ്യുന്നത് ഇത്രയാണ്. ഒരു ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും, അതിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കുറേ സൊല്യൂഷൻസ് കിട്ടും. ഒരു സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഇപ്പോൾ നമുക്ക് ഏറിപ്പോൾ 2-3 ഒക്കെ സൊല്യൂഷൻസ് കിട്ടുന്ന പ്രോബ്ലംസൊക്കെ തരുള്ളൂ. ആ സൊല്യൂഷൻ്റെ റോൺസ്കിയൻ കാണാം നിങ്ങൾ. ഓക്കെ, റോൺസ്കിയൻ കണ്ടിട്ട് ആ റോൺസ്കിയൻ്റെ ആൻസർ നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടുന്നതെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണെന്ന് പറയാം. അതായത് അതൊരു ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണ്. ദെൻ അവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? c1 c2 എത്ര എന്താണ് സൊല്യൂഷൻസ് ഉണ്ടോ അത്രയും കോൺസ്റ്റൻസ് എടുത്തിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതി കഴിഞ്ഞാൽ അതായിരിക്കും ആ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്തിട്ട് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ജനറൽ ഫോം എങ്ങനെ എഴുതാം. ആ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോൾവ് ചെയ്യാൻ നമുക്ക് പഠിച്ചിട്ടില്ലല്ലോ നമ്മൾ. അപ്പോൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് തന്നെ സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് സൊല്യൂഷൻസ് എങ്ങനെ കാണാം നമ്മൾ പഠിക്കാൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷനും തന്നിട്ടുണ്ട്, സെറ്റ് ഓഫ് സൊല്യൂഷൻസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ള വെരിഫൈ ദാറ്റ് ദ ഗിവൺ ഫങ്ഷൻസ് ഫോം എ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഫോം ദ ജനറൽ സൊല്യൂഷൻ. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 12y ഈക്വൽ ടു 0 എന്നാണ്. സോ 2 സൊല്യൂഷൻസാണ് തന്നിട്ടുള്ളത്. അതൊക്കെയാണ് e−3x ആൻഡ് e4x ആണ്. ഗിവൺ ഇൻ്റർവൽ എന്ന് പറയുന്നത് -∞ to +∞ ആണ് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെരിഫൈ ദാറ്റ് ദി ഗിവൺ ഫങ്ഷൻസ് ഫോം എ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നറിയോ? ആദ്യം ഇതൊരു സൊല്യൂഷൻ ആണോ എന്ന് നോക്കണം. ഓക്കെ, ആദ്യം ഇതൊരു സൊല്യൂഷൻ ആണോ ചെക്ക് ചെയ്യണം. സൊല്യൂഷൻ ആണെങ്കിൽ അതൊരു ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ആണോ എന്നും കൂടെ നോക്കണം. അത് രണ്ടും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ e−3x ആണ് സൊല്യൂഷൻ ആണോ നോക്കുന്നത്. അപ്പോൾ y′ഉം വേണം അല്ലേ. ഗിവൺ നമ്മളൊന്ന് y1 ഒന്ന് y2 ആയിട്ട് എടുക്കാം കേട്ടോ. ഗിവൺ y1 = e−3x, ദെൻ y1 ഡാഷ് നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ഇവിടെ y1 y1 വേണം അല്ലേ. സോ വെരിഫൈ ചെയ്യാൻ അപ്പോൾ y1 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക? e−3x × -3 എന്ന് വരും. സോ -3 × e−3x എന്ന് വരും. അതുപോലെ തന്നെ y1 ഡബിൾ ഡാഷ് വേണം. y1 ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റു ഒരു -3 കൂടെ ഉണ്ടാവും. സോ -3 × -3 എന്ന് പറയുമ്പോൾ +9 എന്ന് വരും. സോ 9 e−3x എന്ന് വരും. ഓക്കെ, ഇതിന് അത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് y2 കൂടെ കണ്ടിട്ട് ചെയ്താൽ ആൻഡ് y2 എന്താണെന്ന് എടുക്കുക? y2 = e4x ആണെന്ന് എടുക്കുക. സോ y2 = e4x ആകുമ്പോൾ y2 ഡാഷ് എന്താണ്? e4x × 4 എന്ന് വരും. സോ 4 × e4x ആൻഡ് y2 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്താണ് വരിക? 4 × 4 എന്ന് പറയുമ്പോൾ 16 e4x എന്ന് വരും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇനി നോക്കാം. നൗ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം നമുക്ക്. y1 ഡബിൾ ഇതല്ലേ നമ്മളെടുത്ത ഇക്വേഷൻ. y1 ഡബിൾ ഡാഷ് y1 ഡാഷ് -12y എന്താണെന്ന് കിട്ടുക? 0 എന്ന് കിട്ടുന്നുണ്ടെങ്കിലേ ഉള്ളൂ അതിൻ്റെ സൊല്യൂഷൻ ആണ് എന്ന് കിട്ടുക. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. y1 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? y1 ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 9 e−3x ആണ്. 9 e−3x മൈനസ് y1 ഡാഷ് ആണ്. y1 ഡാഷ് എന്ന് പറയുമ്പോൾ -3 × e−3x ആണ്. സോ -3 × e−3x -12 × y എന്നാണ് കേട്ടോ. സോ -12 × y എന്ന് പറയും. y എന്നല്ല, ഇവിടെ y1 കേട്ടോ. സോ y1 എന്ന് പറയുന്നത് e−3x എന്ന് വരും. ഓക്കെ, ഇവിടെ 9 മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ 9 e−3x + 3 e−3x എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 12 e−3x എന്ന് വരും. ഇവിടെ -12 e−3x = 0 എന്ന് വരും. So y1 = e−3x is a solution of given differential equation y1 dash y double dash minus y dash minus 12y എന്ന് കിട്ടി നമുക്ക്. ഓക്കെ, =0. അപ്പോൾ അതൊരു സൊല്യൂഷൻ ഞാൻ ചെക്ക് ചെയ്തു. അതുപോലെ നമുക്ക് ഇനി y2 കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. y2 ഡബിൾ ഡാഷ് y2 ഡാഷ് -12y2 എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. y2 ഡബിൾ ഡാഷ് എന്ന് പറയുമ്പം 16 e4x മൈനസ് y2 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × e4x മൈനസ് 12 × y2 എന്ന് പറഞ്ഞാൽ e4x തന്നെയാണ് വരിക. സോ ഇവിടെ 16 ആണ്. ഇത് -4 -12 എന്ന് പറയുമ്പോൾ -16 വരും. സോ 16 e4x മൈനസ് 16 e4x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ y1 = e−3x ആൻഡ് y2 = e4x ആർ 2 സൊല്യൂഷൻസ് എന്ന് കിട്ടി. ഓക്കെ, അത് രണ്ടും സൊല്യൂഷനാണ് എന്ന് കിട്ടി നമുക്ക്. ഓക്കെ, അപ്പോൾ y1ഉം y2 ആ ഒരു ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെ അത് രണ്ടും നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എന്നാണ് ഇപ്പം നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കതൊരു ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷനാണെന്നും കൂടെ നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? റോൺസ്കിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, റോൺസ്കിയൻ ഓഫ് y1 y2. ഓക്കെ, റോൺസ്കിയൻ ഓഫ് y1 y2 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അത് ഫംഗ്ഷൻ തന്നെ ചെയ്താട്ടോ. റോൺസ്കിയൻ ഓഫ് e−3x e4x അല്ലേ. സോ ഡിറ്റർമിനൻ്റ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ചെയ്താൽ നമുക്ക് രണ്ട് ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് വരെ എഴുതിയാൽ മതി. e−3x e4x. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ -3 × e−3x 4 × e4x എന്ന് വരും. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്താ വരിക? e−3x × 4 × e4x മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ -3 × e−3x × e4x ഉണ്ട്. ഓക്കെ,
അപ്പോൾ എന്താ വരിക ഇത് 4 ഇൻറ്റു ഇതിൽ നമുക്ക് e raised to m × e raised to n e raised to m plus n എന്ന് എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് e raised to minus 3x plus 4x എന്ന് വരും. സോ e raised to x എന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ എന്താ വരിക മൈനസും മൈനസും പ്ലസ് ആവും. പ്ലസ് എന്ത് വരും അഗെയിൻ ഇവിടെ e raised to x എന്നുണ്ടാവുള്ളൂ. 3 e raised to x എന്നാവും. ദാറ്റ് ഈസ് 4 + 3 എന്ന് പറയുമ്പോൾ എന്ത് വരും 7 e raised to x എന്നാവും. ഇപ്പോൾ റോൺസ്കിയൻ ഓഫ് y1 y2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി 7 e raised to x എന്ന് കിട്ടി. ഇത് നമുക്കറിയാം 7 e raised to x എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് നോട്ട് ഈക്വൽ ടു 0 ഓൺ ദ ഇൻ്റർവൽ -∞ to +∞ അല്ലേ. e raised to x എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഇൻ്റർവലിനകത്ത് 0 ആവില്ല. നമുക്കറിയാം e raised to -∞ എന്നുള്ളത് മാത്രമാണ് 0. സോ ഒരു ഓപ്പൺ ഇൻ്റർവൽ -∞ +∞ നമുക്ക് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ 7 e raised to x എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവില്ല. ഇറ്റ് ഈസ് ഓൾവേസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഫങ്ഷൻസ് e raised to -3x and e raised to 4x ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഹെൻസ് the solutions y1 equal to e raised to -3x and y2 is equal to e raised to 4x are linearly independent, and so we can conclude that y1 equal to e raised to -3x and y2 is equal to e raised to 4x form a fundamental set of solutions of the given differential equation. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്തത് അത് ആദ്യം സൊല്യൂഷനാണോ എന്ന് വെരിഫൈ ചെയ്തു. സൊല്യൂഷനാണെന്ന് കിട്ടിയപ്പോൾ അതിൻ്റെ റോൺസ്കിയൻ കണ്ടു. സോ റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ അതൊരു ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണ് എന്നാണ് ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ചെയ്തത്. ഇനി നമ്മളുള്ള ആ ക്വസ്റ്റ്യൻ തന്നെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ദെൻ ഫോം ദി ജനറൽ സൊല്യൂഷൻ എന്നാണ്. ഇപ്പോൾ ജനറൽ സൊല്യൂഷൻ എഴുതാമെന്ന് പറഞ്ഞാൽ സിംപ്ലി എത്രയേ ഉള്ളൂ ഈ രണ്ട് സൊല്യൂഷൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, therefore y equal to എന്താണ് ഇതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ C1 C2 നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ C1 ഇൻറ്റു e raised to -3x plus C2 ഇൻറ്റു e raised to 4x is the general solution of the given differential equation on the interval -∞ +∞. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു പ്രോബ്ലം ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് ഇത്രയാണെന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും അതിൻ്റെ സൊല്യൂഷൻ തന്നിട്ടുണ്ട്, നമ്മൾ വെരിഫൈ ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ചെറിയ ചെറിയ ക്വസ്റ്റ്യനൊക്കെ ചെറിയ മാർക്കിലുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണാറുണ്ട്. അതല്ല നോർമൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തിട്ട് വേണം സൊല്യൂഷൻസ് കാണാൻ. ഓക്കെ, അത് നമ്മൾ ചെയ്യും. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതൊരു ഫണ്ടമെൻ്റൽ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ക്വസ്റ്റ്യനാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഒരു ബി പാർട്ടായിട്ടൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണോ എന്ന് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. ദെൻ ആണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ജസ്റ്റ് ഒരു ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതും. ഓക്കെ.